നാളെയാണ് ഇന്ത്യ ശ്രീലങ്ക മൂന്നാമത്തെ T20. കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിനെ ഓപ്പണിംഗിലാണ് കളിപ്പിച്ചത്. എന്നാൽ സഞ്ജു ഡെക്കിൽ പുറത്തായി. അതുകൊണ്ട് സഞ്ജുവിനെ ഇനി കളിപ്പിക്കില്ലെന്നാണ് ആരാധകർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഗൗതം ഗംഭീർ സഞ്ജുവിനെ വീണ്ടും ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. നാളത്തെ മൂന്നാമത്തെ T20യിലും സഞ്ജു തന്നെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും. കഴിഞ്ഞ മത്സരത്തിലെ നാണക്കേട് സഞ്ജു നാളത്തെ മൂന്നാം T20യിൽ തീർക്കും. സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. ഒരുപക്ഷെ സഞ്ജു സെഞ്ചുറി വരെ അടിക്കാൻ സാധ്യതയുണ്ട്. ഓപ്പണിംഗിൽ സഞ്ജു ഫോമായാൽ പിന്നെ സഞ്ജുവിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. ജയ്സ്വാളും സഞ്ജുവിനെ സപ്പോർട്ടായിട്ട് ടീമിലുണ്ട്. അപ്പോൾ നാളത്തെ മൂന്നാമത്തെ T20യെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളത്തെ മൂന്നാമത്തെ T20യിൽ ശുഭ്മാൻ ഗില്ലിന് അവസരം കിട്ടിയേക്കില്ല. ജയ്സ്വാളും സഞ്ജുവും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും. ഓൾറെഡി ഇന്ത്യ പരമ്പര നേടിക്കഴിഞ്ഞു. നാളെ കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര തൂത്തുവാരാൻ സാധിക്കും. ഇതുവരെ ഒരു കളി പോലും ജയിക്കാത്തത് കൊണ്ട് നാളത്തെ മാച്ച് ശ്രീലങ്കയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എന്ത് വില കൊടുത്തും നാളെ ജയിക്കാൻ ശ്രീലങ്ക നോക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് വാശിയേറിയൊരു മത്സരം നമുക്ക് നാളെ കാണാൻ സാധിക്കും. സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ടിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. സഞ്ജു ഓപ്പണിംഗിൽ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഒരുപാട് ആശിച്ചു. എന്നാൽ ആ സമയത്താണ് മഴ വില്ലനായത്. മഴ മാറിയപ്പോൾ സഞ്ജുവിനെ കളിക്കാൻ സാധിച്ചില്ല. എങ്കിലും ഗൗതം ഗംഭീർ സഞ്ജുവിനെ കൈവിട്ടിട്ടില്ല. നാളത്തെ മത്സരത്തിൽ ഒരിക്കൽ കൂടി ഒരവസരം കൊടുത്തിരിക്കുകയാണ്. നാളെയും സഞ്ജുവാണ് ഓപ്പണിംഗിൽ വരാൻ പോകുന്നത്. നാളെ സഞ്ജുവിനെ മികച്ച രീതിയിൽ കളിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ്ങിൽ നോക്കാം. സഞ്ജു സാംസൺ, ജയ്സ്വാൾ, ഋഷഭ് പന്ത്, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, റിയാൻ പരാഗ്, അക്സർ പട്ടേൽ, അർഷദീപ് സിംഗ്, രവി ബിഷ്ണോയ്, സിറാജ്. അപ്പോൾ നമുക്ക് നാളത്തെ T20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.